നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. പാടി സ്തുതിച്ചിടുന്നു, ആനന്ദമോടെ പാടിടുന്നു. ആർത്തുപാടി സ്തുതിച്ചിടുന്നു, ആനന്ദമോടെ പാടിടുന്നു. അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു. അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവ്, ഇന്ന് ഞങ്ങൾ എല്ലാ കുട്ടികളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൗമാരപ്രായക്കാരായ കുട്ടികൾ, യുവതി യുവാക്കന്മാർ, കൊച്ചുകുട്ടികളെയൊക്കെ ഞങ്ങൾ കർത്താവിനെ സമർപ്പിക്കുന്നു. വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങ് കരുണ ചൊരിയണമേ. മാതാപിതാക്കളെ ധിക്കരിച്ചു നടക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. മാതാപിതാക്കൾ വേണ്ടവണ്ണം എങ്ങനെ മക്കളെ വളർത്തണമോ അങ്ങനെ ചെയ്യാത്ത മാതാപിതാക്കളോട് കരുണ കാണിക്കണമേ. വചനത്തിലും വിശ്വാസത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും മക്കളെ വളർത്താത്ത മാതാപിതാക്കളുടെ കരുണയായിരിക്കണമേ. ലോകത്തിൻ്റെ നേട്ടങ്ങളും വിദ്യാഭ്യാസവും, എങ്ങനെ പണം സമ്പാദിക്കാം, എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം, ലോകത്തെക്കുറിച്ച് മാത്രം മക്കൾക്ക് കൊടുക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. യേശുവേ, ഈ വചനം ശ്രവിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ അങ്ങ് ഉണർത്തണമേ. എല്ലാ കുട്ടികളുടെ മേലും കരുണയായിരിക്കണമേ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എന്തുകൊണ്ടാണ് കുട്ടികൾ വഴിപിഴച്ചു പോകുന്നത്? അതിൻ്റെ പിന്നിൽ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും വീഴ്ചയായിട്ട് സംഭവിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വചനം, പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. കർത്താവിൻ്റെ ഒരു ശക്തമായ നിർദ്ദേശമാണ്, കുട്ടികളിൽ നിങ്ങൾ കോപം ഉളവാക്കരുത്. അവരെ നമ്മൾ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തണം. പക്ഷേ ചില മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ട് ശിക്ഷിക്കാറുണ്ട്.
അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. മക്കൾക്ക് സ്നേഹം കൊടുക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യണം. അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുവാൻ മാതാപിതാക്കന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ നാഥനെന്ന നിലയ്ക്ക് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ പിതാവിൻ്റെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. പല കുട്ടികളും വഴിതെറ്റിപ്പോയതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം മാതാപിതാക്കന്മാരുടെ തെറ്റായ ജീവിതശൈലിയാണ്. ദുർമാതൃക കാണിക്കുന്ന മാതാപിതാക്കന്മാർ. മക്കൾക്ക് സ്നേഹം കൊടുക്കുവാൻ അവർക്ക് സമയമില്ല. കുടുംബത്തിൽ നിരന്തരമായ കലഹം, അപ്പനും അമ്മയും തമ്മിൽ വഴക്ക്, പ്രശ്നങ്ങൾ, കുടുംബത്തിന് സ്വസ്ഥതയില്ല. മദ്യപിച്ചിട്ട് വരുന്ന പിതാവിൻ്റെ മോശമായ സംസാരങ്ങളും അമ്മയെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടു വളരുന്ന ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ അത് ആഴത്തിലുള്ള മുറിവായിട്ട് മാറും. ഒരു 3 ആഴ്ച മുൻപ് ഒരു കൺവെൻഷൻ നടക്കുന്ന സമയം, കൺവെൻഷൻ്റെ 4-ാം ദിവസം അന്ന് കുടുംബത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ആരാധനയിലെ കുടുംബത്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഏതാനും പേര് പ്രാർത്ഥിക്കാൻ വന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഒരു കുട്ടി, ഒരു പെൺകുട്ടി, 8 വയസ്സ് പ്രായം കാണും. ആ മകള് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ചോദിച്ചു, എന്താ മോളെ? അവൾ പറഞ്ഞു, ബ്രദറെ, എൻ്റെ പപ്പായിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഞാൻ ചോദിച്ചു, നിൻ്റെ പപ്പായിക്ക് എന്ത് പറ്റി? എൻ്റെ പപ്പ എന്നും മദ്യപിച്ചിട്ട് വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കും, എൻ്റെ അമ്മയെ ഉപദ്രവിക്കും, ഞങ്ങളെ ഉപദ്രവിക്കും. ഞാൻ ചോദിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, പപ്പാവുണ്ട്, എൻ്റെ അനിയത്തി ഒരാളുണ്ട്. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഈ 8 വയസ്സുള്ള പെൺകുഞ്ഞ് ഇത് പങ്കുവെക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക. ഒത്തിരിയേറെ ഹൃദയത്തിൽ സങ്കടം തോന്നി. ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തി ആശ്വാസമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു വിടുകയും ചെയ്തു. നോക്കൂ, മദ്യപാനികളായ പിതാക്കന്മാർ അവരുടെ ജീവിത ശൈലി കൊണ്ട് മക്കളുടെ മനസ്സ് എത്രമാത്രമാണ് മുറിയുന്നത്. പല മക്കളും വഴിതെറ്റിപ്പോയതിൻ്റെ പിന്നിൽ പിതാവിൻ്റെ മദ്യപാന സ്വഭാവമുണ്ട്. അതുമൂലം കുടുംബത്തിലെ സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷമുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ ഈ വളർന്നു വരുന്ന കുട്ടികൾ സ്നേഹം ലഭിക്കുന്നിടത്തേക്ക് അവരുടെ മനസ്സു ചായും. അവർ പാപകരമായ ജീവിതത്തിലേക്കൊക്കെ വീണുപോയിട്ടുണ്ട്. പല കുട്ടികളും നാശത്തിൻ്റെ വഴികളിൽ പോയിട്ടുണ്ട്. വളരെ ബാല്യപ്രായത്തിൽ തന്നെ മദ്യപിക്കുന്ന, പുകവലിക്കുന്ന ആൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു, അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ ആദ്യം തൻ്റെ അമ്മയെ വെടിവെച്ച് കൊന്നു. പിന്നെ അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ ചെന്ന് കുട്ടികളെയും പ്രിൻസിപ്പളിനെയും മറ്റുള്ളവരെയൊക്കെ വെടിവെച്ചു. 19ഓളം കുട്ടികളും ബാക്കി മുതിർന്നവരും അവിടെ മരിച്ചു വീണു. അതിനുശേഷം അവൻ സ്വയം വെടിവെച്ച് മരിച്ചു. ആദ്യം അവൻ വെടിവെച്ചത് അവൻ്റെ അമ്മയാ. എന്തേ ആദ്യം അവൻ്റെ അമ്മയ്ക്കിട്ട് നേരെ അവൻ നിറയൊഴിച്ചത്? മാതാപിതാക്കളിലൂടെ ലഭിക്കേണ്ട സ്നേഹവും അംഗീകാരവും ലാളനയും ഒന്നും അവന് കിട്ടിയിട്ടുണ്ടാവത്തില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ അവനെയും അമ്മയും ഉപേക്ഷിച്ചിട്ട് പോയ അപ്പനെ അവനറിയില്ല, അപ്പൻ്റെ സ്നേഹം അറിയില്ല. ഒരുപക്ഷെ അമ്മയുടെ ഇഷ്ടപ്പെട്ട വഴികൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, മാതാപിതാക്കളുടെ ആ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാതെ വളർന്നു വന്ന ഒരു കുട്ടി ഇങ്ങനെ ആയതിൽ അത്ഭുതപ്പെടുവാനില്ല. നമ്മുടെ സ്കൂളിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ സമൂഹത്തിലൊക്കെ പല കുട്ടികളും വഴിതെറ്റി ജീവിക്കുന്നുണ്ട്.
വളരെ ചെറുപ്പത്തിലെ തന്നെ മദ്യപിക്കുന്ന കുഞ്ഞുങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ. അടുത്ത നാളിൽ ധ്യാനത്തിന് വന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടിയാണ്. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. അപകടകരമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന തെറ്റായ മാർഗങ്ങളിലേക്ക്, പാപത്തിൻ്റെ അശുദ്ധിയിലേക്ക് നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ അടുത്ത നാളിൽ നാം വായിച്ചു, കുഞ്ഞുങ്ങൾക്ക് എന്നും മാതൃകയായിരിക്കേണ്ട ഒരു അധ്യാപകൻ തന്നെ തൻ്റെ കുട്ടികളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു വന്നു. ആ അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. എവിടെയും കുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്നതായിട്ട്, മുറിവേൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ വലിയ ശ്രദ്ധ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാവണം. പ്രത്യേകിച്ച് അമ്മമാർ തങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ മേൽ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വീഴ്ച സംഭവിക്കാതിരിക്കുവാൻ. കഴുകൻ കണ്ണുകളുമായിട്ട് കാത്തിരിക്കുന്ന അനേക വ്യക്തികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഒരുപക്ഷെ പല കുഞ്ഞുങ്ങളെയും അവർ കടിച്ചു കീറിയിട്ടുണ്ട്. തിരിച്ചറിയുക, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. വളർന്നു വരുന്ന പ്രായത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അപ്പന്മാർ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് അമ്മമാരുടെ സ്നേഹവലയത്തിലായിരിക്കട്ടെ പെൺകുഞ്ഞുങ്ങൾ. ഒരു പെൺകുഞ്ഞിന് തൻ്റെ അമ്മയോട് എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും ഉണ്ടാവണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, 1-ാം വചനം: സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള ലയം, അവരുടെ സ്നേഹിക്കുന്ന ജീവിതം, പങ്കുവെക്കലിൻ്റെ ജീവിതം മക്കൾ കാണണം. പരസ്പരം പോരടിക്കുന്ന മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാൽ നിങ്ങൾ അതിശയിക്കേണ്ടതില്ല. പല കുഞ്ഞുങ്ങളും വഴിതെറ്റിപ്പോയതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, പരസ്പരം വഴക്കിടുന്ന, ചീത്ത വിളിക്കുന്ന മാതാപിതാക്കന്മാർ. ആദ്യമേ മാതാപിതാക്കന്മാർ തീരുമാനമെടുക്കുക. നമ്മൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മുടെ മക്കളുടെയൊക്കെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ? അവരെ ശിക്ഷണത്തിൽ വളർത്തുവാൻ, ദൈവവിശ്വാസത്തിൽ വളർത്തുവാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ വളർത്തുവാനൊക്കെ മാതാപിതാക്കന്മാരാണ് തീരുമാനമെടുക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും. കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് പണം കൊടുത്തിട്ടോ, വസ്ത്രം കൊടുത്തിട്ടോ, ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്തിട്ടോ നിങ്ങളുടെ ജീവിതം വിജയിച്ചുവെന്ന് നിങ്ങൾ കരുതേണ്ട. നിങ്ങളുടെ ജീവിതം വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ ജീവിതം പകർന്നു കൊടുക്കണം. നമുക്ക് ലഭിച്ച പാരമ്പര്യ വിശ്വാസം, പൈതൃക വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ആ വിശ്വാസത്തിൽ അവരെ വളർത്തണം. പ്രാർത്ഥനാ ജീവിതത്തിൽ വളർത്തണം. മക്കളെ നന്മ ചെയ്യാൻ പഠിപ്പിക്കണം. ദരിദ്രരെ സഹായിക്കാൻ പഠിപ്പിക്കണം. സഭയോട് ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം. ഇത് ചെയ്യാതെ കുറച്ച് പണമുണ്ടാക്കി കൊടുത്തിട്ടോ, ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്തിട്ടോ ഒന്നും അർത്ഥമില്ല. ഈ തിരിച്ചറിവ് മാതാപിതാക്കൾക്കുണ്ടാവണം. ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാനയ്ക്കും വേദപാഠ ക്ലാസ്സുകളിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കാതെ മക്കളെ ട്യൂഷൻ അയക്കുന്ന മാതാപിതാക്കന്മാരെ നിങ്ങൾ ഒരിക്കൽ സങ്കടപ്പെടേണ്ടി വരും. പ്രഭാഷകന്റെ പുസ്തകം 26:10: ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി നിയന്ത്രിക്കുക, സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗിക്കും. ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായിട്ട് നിയന്ത്രിക്കുക, സ്വാതന്ത്ര്യം അവർ ദുരുപയോഗിക്കും. കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ
അത് വളരെ ശ്രദ്ധയോടെ മാതാപിതാക്കളെ സ്വാതന്ത്ര്യം കൊടുക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അമിത സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്ന് വചനം പറയുന്നു. പ്രഭാഷകൻ 30:1 വചനങ്ങൾ. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു, വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. നമ്മുടെ മക്കൾ തെറ്റുകളൊക്കെ ചെയ്താൽ അവരെ ശാസിക്കാനും ചെറിയ തോതിലൊക്കെ ശിക്ഷിക്കാനുമൊക്കെ അപ്പനും അമ്മയൊക്കെ തയ്യാറാവണം. ശാസനയും ശിക്ഷണവും മക്കളുടെ നല്ല ഭാവിക്ക് വളരെ ആവശ്യമാണ്. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുൻപിൽ അവന് അഭിമാനിക്കാം. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അതാവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഉന്നതമായ വിദ്യാഭ്യാസം, മികച്ച സാങ്കേതിക വിദ്യ, ശാസ്ത്രം വളർന്നു. അപ്പോൾ നമ്മുടെയും കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസത്തിൽ വളരണം. നല്ല വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്കുണ്ടാവട്ടെ. കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പൊതുസമൂഹത്തിൽ ജോലി ചെയ്യാനുണ്ടാവണം. IAS-കാരും IPS-കാരും ഉന്നതമായ നിലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിലുണ്ടാവണം. സമൂഹത്തിന് വലിയ നന്മ ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാവട്ടെ. നമ്മുടെ മക്കളൊക്കെ വളർന്ന് ഉന്നതമായ നിലകളിലെത്തട്ടെ. പ്രഭാഷകൻ 30:7-8 വചനങ്ങൾ. മകനെ വഷളാക്കുന്നവന് മുറിവ് വച്ച് കെട്ടേണ്ടി വരും. അവൻ്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മകനെ തന്നിഷ്ടത്തിന് തോന്നിവാസത്തിന് വിടുവാൻ പാടില്ല. ഉപദേശങ്ങൾ കൊടുക്കുവാനും നിയന്ത്രിക്കുവാനും പിതാവിന് സാധിക്കണം. അങ്ങനെ ഒരു പിതാവിന് പറ്റണമെങ്കിൽ ആ പിതാവ് പ്രാർത്ഥിക്കുന്ന പിതാവായിരിക്കണം. മദ്യപിക്കുന്ന, പുകവലിക്കുന്ന, തോന്നിവാസം ജീവിക്കുന്ന ഒരു പിതാവിന് ഒരിക്കലും മക്കളെ വേണ്ട വഴിക്ക് നയിക്കാൻ ആവില്ല. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനായിരിക്കും. മക്കൾക്ക് വേണ്ടവണ്ണമുള്ള ശിക്ഷണം കൊടുത്തു വേണം മാതാപിതാക്കൾ വളർത്തുവാൻ. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. മക്കളുടെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടം പോലെ സമ്പത്ത് കൈവിട്ടു കൊടുക്കാൻ പാടില്ല. ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ മക്കളുടെ എണ്ണമൊക്കെ വേണ്ടെന്ന് വെച്ച് ആകെ ഒരെണ്ണേ കാണുള്ളൂ. ഈ അടുത്ത നാളിൽ ഒരു പിതാവ് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഇപ്രകാരം പറയുകയാണ്: ബ്രദറെ, മകളെ പേടിയാണ്, അവള് സ്കൂളിൽ പോകുന്നില്ല. അപ്പൻ പറയാണ്, എനിക്ക് പേടിയാണ് എൻ്റെ മകളെ വഴക്ക് പറയാൻ. ഞാൻ ചോദിച്ചു, അതെന്താണ് കാരണം? അവള് എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമോ? നോക്കിക്കേ, മകളെ പേടിയാണ് അപ്പനും അമ്മയ്ക്കും. അതുകൊണ്ട് ഒരു കുഞ്ഞുള്ളവര്, 2 കുഞ്ഞുള്ളവരൊക്കെ കാണിച്ചത് ഭോഷത്തരമാണ്. മക്കളുടെ എണ്ണം കുടുംബത്തെ ബലവത്താക്കും. മക്കളുടെ എണ്ണം എന്നും അനുഗ്രഹമാണ്. ഏറെ മക്കളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായിരിക്കും. ഇത് പങ്കുവെക്കുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് 5 മക്കളുണ്ട്. 3 ആൺമക്കളും 2 പെൺകുഞ്ഞുങ്ങളും. മക്കളുള്ളപ്പോൾ, കൂടുതൽ മക്കളുള്ളപ്പോൾ അവരിൽ സ്വാർത്ഥത കുറയുകയാണ്. അവർ പരസ്പരം സ്നേഹിച്ചും അടിച്ചും കളിച്ചും വളരുകയാണ്. ഇളയ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മൂത്ത കുട്ടികൾക്ക് വലിയ ശ്രദ്ധയുണ്ട്. വലിയൊരു പങ്കുവെക്കലിൻ്റെ, വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു അനുഭവം അങ്ങനെയുള്ള കുടുംബങ്ങളിലുണ്ട്. മക്കളുടെ എണ്ണത്തെ നിങ്ങൾ കുറയ്ക്കരുത്. മക്കളുടെ എണ്ണത്തെ കുറച്ച മാതാപിതാക്കളൊക്കെ ഒത്തിരി ഇന്ന് വേദനിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരമ്മയുടെ മക്കൾ, 2 ആൺമക്കൾ ബൈക്ക് അപകടത്തിൽ മരിച്ചുപോയി. ആ അമ്മയുടെ ദുഃഖം എത്ര കഠിനമാണെന്ന് നോക്കിക്കേ. 2 മക്കൾ മരിച്ചുപോയി. അതുപോലെ ഒരു മക്കളിലുള്ള ഒരു മകൻ, അപ്പനമ്മയ്ക്ക് ഒറ്റ മകനേ ഉള്ളൂ, ബൈക്കിൽ
അവൻ പോകുമ്പോൾ ഒരു ടിപ്പർ ലോറിയായിട്ട് കൂട്ടിയിടിച്ചു. ഒരേ ഒരു മകൻ 28 വയസ്സ് മരിച്ചു. ആ അമ്മയും അപ്പനും ഇന്ന് കണ്ണുനീരില്ല. തിരിച്ചറിയ, മക്കളുടെ എണ്ണം നിങ്ങൾ കുറയ്ക്കരുത്. മക്കളെ നമുക്ക് വേണം. മക്കൾ കുടുംബത്തിന് അനുഗ്രഹമാണ്. ഏറെ മക്കളുണ്ട്, അവരെയൊക്കെ നമുക്ക് കർത്താവിനായിട്ട് കൊടുക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം ദൈവവിളി ഉണ്ടാവട്ടെ. ധാരാളം മക്കൾ നമ്മുടെ ഭവനങ്ങളിൽ ജനിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങൾ, അഭിഷേകമുള്ള കുഞ്ഞുങ്ങൾ, വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ. മാതാപിതാക്കന്മാർ മാതൃകയായിരിക്കുക. കുഞ്ഞുങ്ങളുടെ മുൻപിൽ അവർ എന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാവട്ടെ. നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, മക്കളുടെ എണ്ണം കുറച്ച മാതാപിതാക്കന്മാരുടെ കരുണയായിരിക്കണമേ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ അങ്ങിപ്പോൾ ആശ്വസിപ്പിക്കണമേ. വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. മദ്യപാനത്തിലും പുകവലിക്കും തെറ്റായ ബന്ധങ്ങളിലൊക്കെ ഉൾപ്പെട്ടുപോയ കൗമാരക്കാരായ കുട്ടികൾ, യൗവനത്തിലായ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അവിടെ മേൽ ആത്മാവിനെ അയക്കണമേ. അവിടെ തെറ്റ് ആത്മാവിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തുവാൻ, വിശുദ്ധിയിൽ വളർത്തുവാൻ മാതാപിതാക്കന്മാർക്ക് ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് ധാരാളം മക്കളെ ലഭിക്കട്ടെ. ഇനിയും മക്കളെ ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം മക്കളുണ്ടാവട്ടെ. മക്കളുടെ സമൃദ്ധി ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങൾ, ദൈവഭക്തിയുടെ സന്താനങ്ങൾ ധാരാളം കുടുംബങ്ങളിൽ പിറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മിനി, പൈങ്ങോട്ടൂരാണ് സ്ഥലം. ഞാൻ 3 മാസമായിട്ട് ശക്തമായ വയറുവേദനയായിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. തൈലാണ് എൻ്റെ ജോലി. അപ്പോൾ ഒരു ദിവസം ഗുഡ് ന്യൂസിൽ ധ്യാനത്തിന് വന്ന് 2 ആഴ്ച മുമ്പ് പറഞ്ഞതായിരുന്നു. അപ്പം കഴിഞ്ഞ ബുധനാഴ്ച ഒരു കാല് തളർന്നോണം ആയിപ്പോയി. പിന്നെ ഒരു 9 മിനിറ്റോളം ഇങ്ങനെ മരിച്ചു പോലെ കട്ടിലിൽ കിട്ടാതെ കിടന്നു. ഭർത്താവ് വിളിച്ചിട്ട് പോലും എഴുന്നേറ്റില്ല. അപ്പം മനസ്സിൽ പറഞ്ഞു, ഈശോ എന്നെ ഉപേക്ഷിച്ചോ എന്ന് ഞാൻ ചോദിച്ചു. അന്ന് രാവിലെ കടയിൽ പോയി തയ്ച്ചുകൊണ്ടിരുന്നപ്പം കാല് തളർന്നോണം ഇരിക്കണ കാരണം ശക്തമായ വേദന ആയതുകൊണ്ട് എനിക്ക് തയ്ക്കാൻ പറ്റിയില്ല. 3 തവണ മൂത്രം അറിയാതെ പോയി. അപ്പം ഞാൻ മനസ്സിൽ ഓർത്തു, ബ്രദറിൻ്റെ ധ്യാനം കാണാമെന്ന് ഓർത്ത് ടി വി വെച്ചപ്പം ശാലോൻ ടി വിയിൽ യേശു ആരിലും വലിയവൻ എന്ന പ്രോഗ്രാം കണ്ടു. അന്നേരം ഞാൻ അവിടെ കട്ടിലയിലിരുന്ന് പ്രാർത്ഥിച്ചു, ഗുഡ് ന്യൂസിലെ അമ്മേ അവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം, എനിക്ക് എൻ്റെ രോഗം സൗഖ്യപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. ഗുഡ് ന്യൂസിലും ധ്യാനം കൂടി. 3-ാമത്തെ ദിവസം ശക്തമായ പ്രാർത്ഥനയുടെ ഇടയിലേക്ക് യേശു ശക്തമായി തൊട്ടു, ശക്തമായി തന്നെ സൗഖ്യപ്പെട്ടു. ബ്രദറിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം വയറിൽ നിന്ന് എന്തോ കാലിലേക്ക് കാറ്റ് പോലെ ഇറങ്ങിപ്പോയി. അപ്പോൾ കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജ്വാലയാ റൂഹായി വരേണമേ, തീജ്വാലയാ റൂഹായി വരേണമേ, ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ, ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായി വരേണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ.